ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഡിസൈൻ സ്കൂൾ ഫ്രം ദ ഹൗസ് ഓഫ് ഹാക്ക. ടൈപ്പോഗ്രഫി ക്രൈംസ് കഴിഞ്ഞിട്ടില്ല അല്ലേ? ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 3 ടൈപ്പോഗ്രഫി ക്രൈംസ് ആയിരുന്നു സംസാരിച്ചത്. ഇനി നമുക്ക് ടോട്ടൽ 12 ടൈപ്പോഗ്രഫി ക്രൈംസ് ഉണ്ട്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്രൈം നമ്പർ 4. ഓക്കെ, ക്രൈം നമ്പർ 4 എന്താണ്? ട്രാജിക് ട്രാക്കിംഗ്. നമ്മളൊക്കെ ചെയ്യുന്ന മിസ്റ്റേക്ക് തന്നെയാണ് ഈ ടൈപ്പ് ഫേസസ് എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ടൈപ്പ് ഫേസസിന്റെ ഗ്യാപ്പ് കുറച്ചിട്ട് അത് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെക്കുക എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് തന്നെയാണ്. നമ്മൾ ടൈപ്പ് ഫേസസിന് അല്ലെങ്കിൽ നമ്മുടെ ഫോണ്ടിന് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൈസിങ് ഉണ്ട്, അല്ലെങ്കിൽ ഹൈറ്റും വെയിറ്റും ഉണ്ട്. അതെന്ത് ചെയ്യാൻ പാടില്ല, എക്സ്പാൻഡ് ചെയ്യാനോ കുറയ്ക്കാനോ പാടില്ല. അടുത്ത് നമുക്ക് പോകേണ്ടത് ക്രൈം നമ്പർ 5. ക്രൈം നമ്പർ 5 സ്ട്രെച്ചിങ്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ട്രാജിക് ട്രാക്കിംഗ് പോലെ തന്നെയാണ്. നമ്മളെ ടൈപ്പ് ഫേസസിനെ സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളത്. ആവശ്യത്തിന് നമുക്ക് സ്ട്രെച്ച് ചെയ്യാം. എവിടെ? ഞാനിപ്പോൾ ഒരു ആൽബം കവർ ചെയ്യുന്നുണ്ട്, അതിന് കുറച്ചും കൂടി ഒരു മാനിപ്പുലേഷൻ, കുറച്ച് എഫക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി ഫിൽറ്റർ കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചിട്ട് അതൊരു ടൈപ്പോഗ്രഫി ആർട്ട് പോലെയാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ആ ടൈപ്പ് ഫേസിനെ സ്ട്രെച്ച് ചെയ്യാം. അല്ലാത്ത പക്ഷമിലേക്ക് എന്താ പറയുക, ഞാനിപ്പോൾ ഒരു വെബ്സൈറ്റിൽ എനിക്കൊരു കോണ്ടന്റ് കറക്റ്റ് കൊടുക്കണം, അവിടെ കൊണ്ടുപോയിട്ട് എനിക്ക് സ്ട്രെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? നമ്മൾ എല്ലാ ടൈപ്പ് ഫേസസിനും അതിൻ്റെതായ സൈസിങ്ങും വെയിറ്റും ഹൈറ്റും ക്രിയേറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കയ്യിൽ തരുന്നത്. അപ്പോൾ നമ്മൾ ടൈപ്പ് ഫേസസ് എന്ത് ചെയ്യാൻ പാടില്ല, സ്ട്രെച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് 2 ടൈപ്പോഗ്രഫി ക്രൈംസ് ആണ് പഠിച്ചത്. ഓക്കെ, ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ അടുത്ത വീഡിയോയിൽ ഉണ്ടാവും. ഇതേപോലുള്ള ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ഹാരിസൺ കോ അക്കാഡമി സബ്സ്ക്രൈബ് ചെയ്യും.